അപ്പോഴേക്കും ലാലേട്ടൻ വന്നു. അപ്പോൾ ഇവിടെ എന്താ സീൻ, മോനെ ഇവിടെ എന്താ സീൻ, മോനെന്നാണ് വിളിക്കുന്നത്. നമ്മൾ മോനെന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ കാര്യം ജിത്തു സാർ എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് പരിചയപ്പെടുന്നു. കൈവറയുണ്ടായിരുന്നോ? പിന്നെ വായിലെ വെള്ളവും പറ്റി. സഹദേവൻ സാറ് ചേട്ടനെ കൊടുക്കാൻ നോക്കിയതാണല്ലേ, അതാണ് ഡയലോഗ്. ആ ജോർജ് കുട്ടി സഹദേവനെ കൊടുക്കാൻ നോക്കിയല്ലെന്ന് പറഞ്ഞു. അതല്ല ആ സഹദേവൻ ചേട്ടനെ കൊടുക്കാൻ നോക്കിയതല്ലേ. ജോർജ് കുട്ടിക്കേട്ടാ ഒരു ചായ എടുക്കട്ടെ. ദൃശ്യത്തിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റ് നിന്ന് മുണ്ട് കഴിച്ച് താഴെ. ജിത്തു ജോസഫാന്ന് പറഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റ് മുണ്ടടിച്ച് താഴെ. അതിനുശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ ജീവിതത്തിൽ? പച്ചയ്ക്ക് പറയാൻ പറ്റിയല്ല. ഒരു ചെറുതടിച്ച് നിൽക്കാൻ പറ്റും. ചെറുതടിച്ച് നിൽക്കാൻ പറ്റിയല്ല. ബാറിൽ പോയി ഒരെണ്ണം കൗണ്ടറിൽ ചെന്നിട്ടേ മറ്റേ പട്ടിയുടെ പടമുള്ള പറഞ്ഞു. ഞാൻ ദൃശ്യം 2 സാധനം ചെയ്തു. അപ്പം പോലീസ് സ്റ്റേഷൻ എവിടെ കുഴിച്ചിട്ടെന്ന് അറിയാമോ? സാറ് ഇരിക്കുന്ന പോലീസ് സ്റ്റേഷൻ. അങ്ങനെ പറഞ്ഞപ്പോൾ ജിത്തു അങ്ങനെ പറയില്ല. ജിത്തു സാർ പറഞ്ഞു, അജിത്ത് എങ്ങനെ പറയുന്നേ? അന്ന് പോലീസ് സ്റ്റേഷൻ. സാറിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ അത് നമ്മുടെ ഒരു ഭാഷയാ. അങ്ങനെ പോലീസ് സ്റ്റേഷൻ എന്നാ പറഞ്ഞേ. പോലീസുകാരാണ് അല്ലേ പറഞ്ഞത്. ഇതിക്കുള്ള പൈസ ഞാൻ ജോർജ് കുട്ടിയോട് ചോദിച്ചാൽ കിട്ടുമായിരുന്നു എന്ന് പറയുന്നു. ആ ജോർജ് കുട്ടിയെ കണ്ടിരുന്നെങ്കിൽ ചോദിക്കുന്ന പൈസ എനിക്ക് കിട്ടിയ. ദൃശ്യം 2 ഇറങ്ങിയ ശേഷം അതിന്റെ ഡയലോഗുകളും ചേട്ടന്റെ സീൻസിന്റെ ഡയലോഗുകളും ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിരുന്നു, പ്രത്യേകിച്ച് റീലുകളില്. ക്ഷമ വേണം, സമയമെടുക്കും. ഇപ്പൊ മുഖ്യമന്ത്രിനെ തീരുമാനിക്കാൻ ഒരുപാട് ഡിലേ വരുമ്പോ ആളുകൾ പിന്നെയും പറയുന്നുണ്ട് ക്ഷമ വേണം, സമയമെടുക്കുന്നത്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. അജിത്ത് കൂത്താട്ടുകുളമാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ ദൃശ്യത്തിന് ശേഷേ ലൈഫ് വല്ലാണ്ട് മാറിപ്പോയി. ഇപ്പൊ ദൃശ്യത്തിലത്തെ ആളല്ലേ, ദൃശ്യത്തിലത്തെ ജോർജ് കുട്ടീനെ സാക്ഷി പറയുന്ന ആളല്ലേ, അങ്ങനെയാണല്ലോ ഇപ്പൊ അഡ്രസ്സ്. അതായത് ഇപ്പൊ കുട്ടച്ചാണ്ട ഫോട്ടോ ഉണ്ടൊക്കെ മാറിപ്പോയി. ഫിലിം ആക്ടറാണ്, അതായത് അങ്ങനെ ആളുകൾ അഡ്രസ് ചെയ്യുന്നത്, അങ്ങനെ ആളുകൾ അഭിസംബോധന ചെയ്യുന്നത്. ദൃശ്യത്തിലെ പ്രധാനപ്പെട്ട വേഷം ചെയ്ത അജിത്ത് കൂത്താട്ടുകുളം അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. ആ ഒരു മാറ്റത്തിന് എത്രമാത്രം സന്തോഷം തന്നിട്ടുണ്ട്? അതിനുശേഷം വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ ജീവിതത്തിൽ? അതിനുശേഷം മാറ്റം വന്നു പറഞ്ഞാൽ പണ്ടത്തെ പോലെ നമ്മൾ എന്നാ പറയണേ, പച്ചയ്ക്ക് പറയാൻ പറ്റിയല്ല. ലോക്കലായിട്ടൊക്കെ പോയി നിൽക്കാറില്ല, അതുകൊണ്ട് ഒരു ചെറുതടിച്ച് നിൽക്കാൻ പറ്റില്ല. ചെറുതടിച്ച് നിൽക്കാൻ പറ്റിയല്ല. ബാറിൽ പോയി ഒരെണ്ണം കൗണ്ടറിൽ ചെന്നിട്ടേ മറ്റേ പട്ടിയുടെ പടമുള്ള പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ചെന്ന് എ സിക്കകത്ത് അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ പോയി അല്ലെങ്കിൽ കാറിനകത്ത് ഇരിക്കുള്ളൂ, മേടിച്ചോണ്ട് വന്ന് അവിടെ മാറി. ഉള്ളൂ, ഒത്തിരി മാറി. വെച്ചാൽ ജീവിതത്തിൽ മാറണം. ഒരു 1.5 സോഡ കൂട്ടി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ. ഒന്നും പറയാല. ബാറിലൊന്നും കയറി പോയി എല്ലാവരും ഫോട്ടോ എടുത്ത് ഇടുന്നേ. അത് ശരിയാ. ഞാൻ ഒരു ദിവസം എവിടെയാ, ബാറിന് താഴെ നിന്ന് ഇത് മുകളിൽ ഇങ്ങനെ ബാറ് ചുവന്ന അക്ഷരത്തിൽ ഇങ്ങനെ ചതുരം പോലെ ഉണ്ടാക്കി വെച്ചോ. അതിൻ്റെ താഴെ നിൽക്കുക. അത് ഒരുത്തം ഫോട്ടോ എടുത്തിട്ടു. അന്നേരം മൊത്തം അത് പബ്ലിസിറ്റി ആയി, ഞാൻ ബാറിലാണെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുണ്ട്. നല്ല സൈഡ് എന്തൊക്കെയാ? അത് ആളുകൾക്ക് ശ്രദ്ധ കിട്ടി തുടങ്ങി, അതിനൊരു ബഹുമാനം കിട്ടി തുടങ്ങി, ആ വിധത്തിലൊക്കെ എങ്ങനെയാ? നമ്മൾ ഈ സിനിമയിലൊക്കെ അഭിനയിച്ച് ചെയ്യുമ്പോൾ ഓരോ സ്കൂളിലും അതുപോലെ തന്നെ പരിപാടിക്കൊക്കെ ഗസ്റ്റായിട്ട് വിളിക്കും. അതൊരു മൊമെന്റ്. ഗസ്റ്റായിട്ട് വിളിക്കുക. നമ്മൾ നല്ല വിലയൊക്കെ തന്നു നല്ല രീതിയിൽ അങ്ങനെയൊക്കെ പോകും. അല്ലാതെ നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ നമ്മൾ അത് കീപ്പ് ചെയ്യാൻ തുടങ്ങി. ഈ മാറ്റം ഉണ്ടല്ലോ, അതായത് സ്റ്റേജിൽ ചെയ്യുന്നവർ അല്ലെങ്കിൽ റിയാലിറ്റി ഷോലത്തെ മിമിക്രി പരിപാടി ചെയ്യുന്നവര് അതിൽ നിന്ന് മാറി ഒരു നടൻ എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാക്കുമ്പോൾ ഈ രണ്ടാം കടയിൽ നിന്ന് ബിന്ന് എയിലേക്കുള്ള ഒരു ട്രാൻസ്ഫർ ഉണ്ട്, ഒരു പ്രൊമോഷൻ ഉണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണലി റിസ്കുകൾ എടുക്കണം. അതായത് പിന്നെ സ്റ്റേജ് പരിപാടികൾ ചെയ്യാതെ, മിമിക്രി ചെയ്യാതെ കംപ്ലീറ്റ് ഈ സോണിലേക്ക് തിരിയുകയും വേണം. അപ്പോ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് നമ്മൾ താഴേക്കും കൂടി പോകും. പിന്നെ ഉറപ്പാണ്. ആ അവസ്ഥ ഇപ്പൊ ഉണ്ടോ? എങ്ങനെയാ അതിനെ മറികടക്കാൻ ഉദ്ദേശിക്കുന്നത്? അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ സിനിമയിൽ ചെന്ന് കഴിഞ്ഞാൽ സിനിമ പിന്നെ കിട്ടും എന്നുള്ള ധാരണയിലാണ് നിൽക്കുന്നത്. എന്നാലും നമ്മൾ ചെറിയ ചെറിയ സിനിമകൾ കിട്ടാറുണ്ട്, അങ്ങനെ വർക്ക് ചെയ്യും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ള പ്രോഗ്രാം, പിന്നെ നമുക്ക് പുറത്തേക്കൊക്കെ പ്രോഗ്രാം ഉണ്ട്. ഈ പ്രാവശ്യം ഈ സീസണിൽ ആകെപ്പാട് കളിച്ച ഒരു പരിപാടി കളിച്ചു. കോവിഡിന് ശേഷം അത് മാറി പറഞ്ഞല്ലോ. കണ്ണൂർ ഒരു പ്രോഗ്രാം, പിന്നെ അങ്ങനെ ഗൾഫ് ട്രിപ്പ് ഉണ്ടായിരുന്നു. ഗൾഫ് ട്രിപ്പ് അങ്ങനെ വിദേശ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇല്ല സിനിമാ വർക്കിന് പോയി കഴിഞ്ഞാൽ വലിയ നമ്മൾ ചാർജ് ഒന്നും ഇപ്പം മേടിക്കാറായില്ലല്ലോ. ദൃശ്യം കഴിഞ്ഞ പിന്നെ ഇച്ചിരി ചാർജ് കൂട്ടി മേടിക്കുന്നുള്ളൂ.
അങ്ങനെ ചാർജും കിട്ടുന്നില്ല ഇപ്പോൾ. അപ്പോൾ സിനിമയും കുറഞ്ഞു. ഉം. ഇനിയിപ്പോൾ 21-ാം തീയതി ദൃശ്യം ഇറങ്ങുന്നു, 22-ാം തീയതി ഈ പടം ഇറങ്ങും. ഒരു മാസം എൻ്റെ 2 പടം ഇറങ്ങണേ. കൺഗ്രാജുലേഷൻ. താങ്ക് യു. അപ്പോൾ അതിറങ്ങുക. ഈ പടമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ എനിക്ക് കൂടുതൽ വർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ. പിന്നെ പിന്നെ ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയത് പനോരമ സ്റ്റുഡിയോസ് ആണ് ഇതിന്റെ എടുത്തിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഒരു മലയാളം സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും അധികം സ്ക്രീനുകൾ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അപ്പൊ ഏകദേശം 900 സ്ക്രീനുകൾ അത്രയാണ് ആലോചിക്കുന്നത്. അപ്പൊ 900 സ്ക്രീനുകളിലെങ്കിലും അജിത്തേട്ടന്റെ മുഖം വരും. പിന്നെ അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് ചെയ്യണ്ട. ഡെഫിനറ്റ്ലി. ഇപ്പൊ ദൃശ്യത്തിനെ പറ്റി പറയുമ്പോൾ ദൃശ്യം 2 വളരെ രസമായിട്ടുള്ള ഒരു സീൻ ഉണ്ട്. ഇപ്പൊ ആദ്യത്തെ ജോർജ് കുട്ടിയായിട്ടുള്ള നിങ്ങളുടെ ഒരു കണ്ടുമുട്ടല്, അതായത് ലാലേട്ടൻ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുമ്പോ ചേട്ടനോട് നിന്ന് കറക്റ്റായിട്ട് ഇവിടെ വന്ന് കാണുന്നുണ്ട്, അത് സംസാരിക്കുന്നുണ്ട്. ചേട്ടനെ സഹദേവൻ കൊടുക്കാൻ നോക്കിയതാണല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഏരിയ. അതിൽ ആ ഒരു റിതം ഭയങ്കര കറക്റ്റാ. അതായത് വളരെ നാച്ചുറലാ ആ സീൻ. അതായത് ഒട്ടും ഏച്ചിട്ടില്ലാതെ ഒരാൾ നടന്നു വരുന്നു, മറ്റൊരാൾ നാച്ചുറൽ ആയിട്ട് മീറ്റപ്പ് ചെയ്യുന്നു. ഇതിനൊരു റിഹേഴ്സൽ അല്ലെങ്കിൽ ഇതിനൊരു ടേക്കിന് മുമ്പ് ഒരു സംസാരം അങ്ങനെ നടന്നിട്ടുണ്ടോ? അത് ഭയങ്കര രസമുണ്ട്. എന്നാന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ അത് ലാലേട്ടൻ വരാൻ ഇച്ചിരി താമസമുണ്ട്, ഒരു ഡിലേ ഉണ്ട്. അവിടെ നിന്ന് ഡിലേ ഉണ്ട്. അപ്പം ജിത്തു സാർ പറഞ്ഞു നമുക്ക് റിഹേഴ്സൽ നോക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഫസ്റ്റ് ആളല്ലേ ലാലേട്ടനോട്. ആദ്യത്തെ ഷോട്ട് അടുത്ത ഷോട്ട് എൻ്റെ പോലീസ് സ്റ്റേഷൻ, മറ്റേ അവരെ ചോദ്യം ചെയ്യണം, അതായത് ഫസ്റ്റ്. അപ്പോൾ ലാലേട്ടനുമായിട്ട് ആദ്യത്തെ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. ഓക്കെ, അത് ചെയ്തു. അപ്പോഴേക്കും ലാലേട്ടൻ വന്നു. അപ്പോൾ ഇവിടെ എന്താ സീൻ, മോനെ ഇവിടെ എന്താ സീൻ, വിളിക്കുന്നത് നമ്മളെ മോനെന്ന് വിളിക്കും. അപ്പോൾ ഇങ്ങനെ കാര്യം ജിത്തു സാറ് വന്ന് പറഞ്ഞു. അപ്പോൾ പരിചയപ്പെട്ടു, ആദ്യമായിട്ട് പരിചയപ്പെടുന്നു. പിന്നെ വായിലെ വെള്ളവും പറ്റി നിക്കാൻ പാടില്ല, അങ്ങനെ നിൽക്കുക. ഇത് അവരെ കാണുമ്പോൾ വേറെ കുഴപ്പമുണ്ട്, നമ്മൾ മനസ്സിലെന്തോ പറയാൻ വന്നത് ഇത് പുറത്തേക്ക് വരില്ല. അത് തന്നെ. അപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്തു, ഞാൻ റോഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ മോൻ ഇവിടെ നിന്ന് ഇറങ്ങിച്ചു. റോഡിൽ നിന്ന് ചെറിയൊരു തിട്ടുണ്ട്, അതിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഞാൻ ആ കടക്കകത്ത് നിന്ന് ഇറങ്ങും. ഇപ്പം ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് പുള്ളിയെ, പിന്നെ അവിടെ നിന്ന് ഒരു ക്യാമറ വെച്ചു എന്നെ ഇങ്ങടെ ഇത് ചെയ്യാനായിട്ട്. അങ്ങനെ എഴുതി ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയി. പേടിച്ചാണോ എന്താണോ ഞെട്ടിപ്പോയ രീതിയിൽ അങ്ങ് ചെയ്തു. പക്ഷെ ഇതിനൊരു ടൈമിങ്ങും അളവൊക്കെ വേണ്ട. അതെങ്ങനെ കടന്നു പോകുമ്പോ ഡയലോഗാ. പുള്ളി ഇങ്ങനെ വന്ന് വരുമ്പോഴത്തേനും ഇവിടുന്ന് ഡയലോഗ് തുടങ്ങിക്കോളാം എന്നോട് പറഞ്ഞു. ഇറങ്ങുമ്പോ ഡയലോഗ് തുടങ്ങിക്കും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാവുള്ളൂ. അപ്പൊ ഞാനിത് പറഞ്ഞു പോകുമ്പോ പുള്ളി മൈൻഡ് ചെയ്യാതെ കയറി പോവല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട് ഒരു പുള്ളി നമുക്കിട്ട് താല്പര്യമില്ല എന്നുള്ള രീതിയായി അതിന്റെ സാധനം. ഈ ഫസ്റ്റ് ഡയലോഗും ഉണ്ടല്ലോ, ഈ സഹദേവൻ സാറ് കൊടുക്കാൻ നോക്കിയതാണല്ലേ, ആ ഡയലോഗ് തെറ്റിപ്പോയ ഒരു കഥ. അതെന്താണത്? അതായത് സഹദേവൻ സാറിന് അയ്യോ അത് മറന്നു. സഹദേവൻ സാറ് ചേട്ടനെ കൊടുക്കാൻ നോക്കിയതാണല്ലേ, അതാണ് ഡയലോഗ്. ആ ജോർജ് കുട്ടി സഹദേവനെ കൊടുക്കാൻ നോക്കിയല്ലെന്ന് പറഞ്ഞു. അതല്ല ലാലേട്ടൻ തന്നെ പറഞ്ഞു അതല്ലെന്ന്. അത് റിഹേഴ്സൽ നോക്കിയപ്പോഴാണ് ടേക്കിലല്ല, റിഹേഴ്സൽ നോക്കിയപ്പോ തെറ്റിപ്പോയി, ഡയലോഗ് മാറിപ്പോയി, തിരിഞ്ഞുപോയി. ജോർജ് കുട്ടി സഹദേവനെ കൊടുക്കാൻ നോക്കിയല്ലേ, അത് തെറ്റിപ്പോയി. ശരിയാ, അത് ഞാൻ മറന്നു കേട്ടോ. 3 വരുമ്പോ സമയത്ത് എല്ലാവർക്കും പിന്നെ ഒരു പ്രതീക്ഷ വരികയാണ്. എന്തായിരിക്കും അന്ന് സാക്ഷി പറഞ്ഞ ആളാണ്, അയാളുടെ ലൈഫ് 5 ലക്ഷം കൊണ്ട് മാറിയിട്ടുണ്ടായിരിക്കുമോ, ഭാര്യയായിട്ട് പിന്നെയും സെറ്റായോ, ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ 3 ഉണ്ടാവുമോ? അതൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊന്നും ഞാൻ പറയത്തില്ല. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാനത് പറയാം. ഇത് ഭയങ്കര പണിയല്ല അവരതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടി. പടം കാണുമ്പോ അറിയാമെന്നുള്ളത് പറയാൻ ആളുകൾ തന്നെ ചോദിക്കില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം ട്രെയിലർ ലോഞ്ചിങ് ആയിരുന്നു ഇവിടെ ഹയാത്തില്. അപ്പൊ അവിടെ നമ്മളെ കാണിക്കുന്നുണ്ട്, ട്രെയിലറിലും ഉണ്ട്. പക്ഷെ പടത്തിന്റെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ലെന്ന് പുള്ളി പറഞ്ഞു. എഴുതി മേടിച്ചിട്ടുണ്ടോ പറയാൻ പാടില്ല? അല്ല, ജിത്തു സാർ നമ്മൾ വിളിച്ചു പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നും ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല. എത്ര ദിവസം ഷൂട്ടുണ്ടായിരുന്നു? ഞാൻ ഇപ്പോഴാണ് പറയുന്നത് എന്നാന്നറിയാവോ, ഇതിനകത്ത് ഉണ്ടെന്ന് പറയുന്നത്. അത് ഈ ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞിട്ടാ പറയുന്നത്, അല്ല അതിന് മുമ്പ് പറഞ്ഞില്ല. എത്ര ദിവസം ഷൂട്ടുണ്ടായിരുന്നു? എനിക്ക് 14 ദിവസം. 14 ദിവസം ഷൂട്ടുണ്ട്. ആ ഷൂട്ട് കഴിഞ്ഞിട്ടാ ഞാൻ തെരക്കണയിൽ അല്പനേരം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വന്നു. എനിക്ക് അപ്പോഴാളുകൾ ചോദിക്കില്ലേ എവിടെ ഏത് ഷൂട്ട് ഏത് സെറ്റിൽ തന്നെ ദൃശ്യം 3 അപ്പോഴാളുകൾ കൂടില്ലേ? അങ്ങനെയാണ്. അങ്ങനെ അപ്പം താടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത്
താടിയില്ല, ഉം. പക്ഷെ പടത്തിന് താടി, ദൃശ്യത്തിലും താടിയ. ഇപ്പൊ ദൃശ്യത്തിലെ ക്യാരക്ടർ വളരെ ഇന്റലിജന്റാ. ആ ക്യാരക്ടർ, അതായത് സാറിനോട് നുണ പറഞ്ഞിട്ട് ഇടി മേടിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. എനിക്ക് 5 ലക്ഷം രൂപയാണെന്നുള്ള ഡിമാൻഡ് പറയുന്നത്. അതായത് ഒരു പക്ഷെ മലയാള സിനിമയിൽ അങ്ങനെ ഡിമാൻഡ് ഒക്കെ ചെയ്യുന്ന എന്നാൽ ദുർബലനായിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല, വളരെ റെയറാ. അതായത് അയാൾക്കറിയാം അയാൾ ഇടിച്ചാൽ ഇവർക്ക് കാര്യം കിട്ടില്ല, അയാൾ പറയുന്ന പൈസ കിട്ടുമെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന, ഈ കണ്ണിങ് എന്നൊക്കെ പറയുന്ന ഒരാളാ. എന്തൊക്കെയാ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് ദൃശ്യം 2 സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കണ്ണിങ് ആണ് ഇയാളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പിന്നെ എന്നോട് ജിത്തു സാറ് ഇത് വിളിക്കുന്നത് നമ്മുടെ ജോർജ് കുട്ടിയുടെ വീടില്ലേ, അപ്പൊ അതിന്റെ തലയിൽ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ചു. ഞാൻ ഞെട്ടിപ്പോയിരിക്കുക. ദൃശ്യത്തിൽ അഭിനയിക്കുക എന്ന് പറയുമ്പോ തന്നെ ഞാൻ എഴുന്നേറ്റ് നിന്ന് മുണ്ട് കഴിച്ചു താഴെ. ഒരു മനുഷ്യന്റെ ജിത്തു ജോസഫാന്ന് പറഞ്ഞപ്പോ തന്നെ എഴുന്നേറ്റ് മുണ്ടടിച്ച് താഴെ. പെട്ടെന്ന് അജിത്തിന്റെ ഫോട്ടോ ഓർമ്മ ഇട്ട് തന്നെ പറഞ്ഞു. ഫോട്ടോ എടുക്കാണ്ട് നോക്കിട്ട് കൈ വരയ്ക്കുന്നു. സാറേ ഞാൻ നാളെ ഇട്ട് തരാം, സ്റ്റുഡിയോ പോയി. അന്നേരം പുള്ളി പറഞ്ഞു അത് വേണ്ട, ഞാൻ നാളെ തൊടുപുഴ വരുന്നുണ്ട്, വഴുത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 7 കിലോമീറ്റർ ഓടും ഈ ഷൂട്ട് കിടക്കാൻ. അവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ലൊക്കേഷൻ നോക്കാൻ വന്നു. അങ്ങനെ ആ സാറ് ആ ജോർജ് കുട്ടിയുടെ വീടിൻ്റെ വരാന്തയിരുന്ന് എനിക്ക് എൻ്റെ കഥ മാത്രം പറഞ്ഞു തരും, മറ്റുള്ളവരൊന്നും പറയുന്നില്ല. ഇപ്പോഴും ബാക്കി കഥകളൊന്നും ഒന്നും അറിയത്തില്ല. ഇതിൻ്റെ അകത്ത് ക്ലൈമാക്സ് എന്താണെന്നും ഒന്നും നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ മാത്രം. അപ്പൊ അങ്ങനെ പറഞ്ഞിരുന്നു ഇയാള് കണ്ണിങ് ആണ്, ഇയാള് സൂത്രക്കാരനാണ്, അങ്ങനെ പറഞ്ഞിരുന്നോ? അത് എന്നോട് പറഞ്ഞു. കാരണം പെട്ടുപോയി പുള്ളി, പെട്ട് ജയിലിൽ പോയിട്ട് വന്നതാണല്ലോ. പെണ്ണുമ്പിള്ള ഉപേക്ഷിച്ച് പോയി, കൊച്ചും പോയി, അപ്പാടെ ഒരു രക്ഷയില്ല, ജീവിക്കാൻ ഒരു വകുപ്പുമില്ല. അങ്ങനെ വരുമ്പോൾ പുള്ളി കണ്ട ഒരു സാധനം പുള്ളി അത് കറക്റ്റ് പറയുക പോലീസുകാരോട്. അതല്ലേ പറഞ്ഞത്, ഇതിൽ കൂടുതൽ പൈസ ഞാൻ ജോർജ് കുട്ടിയോട് ചോദിച്ചാൽ കിട്ടുമായിരുന്നു എന്ന് പറയുന്നു. ഭയങ്കര ഇന്റലിജന്റ് ആ ക്യാരക്ടർ. അതുപോലെ ആ ദൃശ്യം 2 ഇറങ്ങിയതിന് ശേഷം അതിന്റെ ഡയലോഗുകളും ചേട്ടന്റെ സീൻസിലെ ഡയലോഗുകളും ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിരുന്നു, പ്രത്യേകിച്ച് റീലുകളിൽ. ക്ഷമ വേണം, സമയമെടുക്കും. ഇപ്പൊ മുഖ്യമന്ത്രിനെ തീരുമാനിക്കാൻ ഒരുപാട് ഡിലേ വരുമ്പോൾ ആളുകൾ പിന്നെയും പറയുന്നുണ്ട് ക്ഷമ വേണം, സമയമെടുക്കും. അതുപോലെ തന്നെ മറ്റേ ഡയലോഗ്, ഒരു 10,000 രൂപ അങ്ങോട്ട് തരുന്നോണ്ട് ഇരിക്കാൻ നിൽക്കുന്നത്, ഡിമാൻഡ് ചെയ്യുന്നത്. അതെ, ഇത് രണ്ടും കണ്ടിരുന്നു ആ സമയത്ത്? പിന്നെ അത് കണ്ടിരുന്നു. അത് നമ്മളോട് അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്ഷമ വേണം, സമയം എടുക്കുക? പിന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലും ആൾക്കാർ പറഞ്ഞത് നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ പോകും. അവിടെ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെയാണല്ലോ പരിചയപ്പെടുന്നത്. നമ്മുടെ ആ ക്ലിപ്പിങ്സ് ഒക്കെ ഷോറിൽ വരും, കാണിച്ച് കഴിയുമ്പോൾ ഞാൻ ചെല്ലും 2 വാക്ക് പറയണല്ലോ. അപ്പോൾ ആൾക്കാർ അവിടെ നിന്ന് വിളിച്ചു വരും, സമയം എടുക്കും എന്നൊക്കെ വിളിച്ചു പറയും. അതൊക്കെ പറയും. ഇപ്പൊ ഈ ഒരു ഭാഷാ ശൈലി ഉണ്ടല്ലോ, ഇപ്പൊ വന്നായിരുന്നു പോയായിരുന്നു. ഇപ്പൊ ദൃശ്യത്തിൽ തന്നെ പല സമയത്തും നീ അങ്ങനെയാണോ നീ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ എന്ന് പറയുന്നതിന് പകരം അജിത്തേട്ടൻ ആം എന്നാ പറയുന്നത്. അതിനൊരു എല്ലാത്തൊരു ഐഡന്റിറ്റി ഉണ്ട്. ഈ ഭാഷാ ശൈലി പോവാതെ എല്ലാ കഥാപാത്രങ്ങളും കൊണ്ടുപോവുക, അത് ഹെൽപ്ഫുൾ ആണ്, അതൊരു ബോണസ് ആണ്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് ബോണസ് ആണ്. അതിനെന്ന് പറയട്ടെ, ഞാൻ ഈ ഡയലോഗ് പറഞ്ഞ് TV-യിലൊക്കെ ആയാലും നിന്നാർന്നൊക്കെ ചെയ്തതാണ്, ഹിറ്റായി. പിന്നെ മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറയില്ലേ, മൂവാറ്റ, ഇതൊക്കെ സ്കിറ്റിലടിച്ചാ. മൂവാറ്റ, തൊടുപുഴ എന്ന് പറയൂല, തുഴ അങ്ങനെ പറയുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ദൃശ്യം 2-ൽ സാധനം ചെയ്തു. അപ്പം പോലീസ് സ്റ്റേഷൻ എവിടെ കുഴിച്ചിട്ടെന്ന് അറിയാം, സാറ് ഇരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ പറഞ്ഞപ്പോ ജിത്തു അങ്ങനെ പറയില്ല. ജിത്തു സാർ പറഞ്ഞു, അജിത്ത് എങ്ങനെ പറയുന്നേ? ആണ് പോലീസ് സ്റ്റേഷൻ. അത് നമ്മുടെ ഒരു ഭാഷയാ. അങ്ങനെ പോലീസ് സ്റ്റേഷൻ എന്നാ പറഞ്ഞേ. പോലീസ് സ്റ്റേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല, പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ എന്ന് പറയൂല, പോലീസ് സ്റ്റേഷൻ പറയല, പോലീസ് സ്റ്റേഷൻ. ഇത് ശരിക്കും ഏത് സ്ഥലത്തായി സ്ലാങ് ആയത്? ഇത് ശരിക്കും പറഞ്ഞാൽ എറണാകുളത്തിന്റെ സൈഡ് വരും, കോട്ടയം ജില്ലയുടെ ഒരു സൈഡ് വരും, ഇടുക്കി ജില്ലയുടെ ഒരു സൈഡ് വരും, നടുക്ക് ഞാൻ കിടക്കും സങ്കരയിന. അപ്പൊ കൂടുതൽ ഇടുക്കിയുടെ ഒരു ഭാഗം, കോതമംഗലം. ചില നേരത്ത് നോക്കുമ്പോ എറണാകുളം തോന്നും. അത് നമ്മൾ അതനുസരിച്ച് കയറി പോകാം. ഞാൻ ഈ കഴിഞ്ഞ ഒരു സീരിയൽ ചെയ്ത്, സീരിയൽ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിലൊരു സീരിയലാണ്. അപ്പൊ അവർക്ക് ഈ കട്ടപ്പന ഏരിയ, ഇടുക്കി ഏരിയ ഷൂട്ട് ഒരു 10-30 ദിവസമുണ്ട്. അപ്പൊ അങ്ങനെ സംസാരിക്കുന്ന ഒരാൾ വേണം. അപ്പൊ എന്നെ അതിൻ്റെ അകത്ത് എടുത്തിട്ട് അവിടെ എല്ലാം വലിയ ശബ്ദത്തിലേ വർത്തമാനം പറയുള്ളൂ. പിന്നെ ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളിച്ചും പറയുന്ന ആൾക്കാർ. അപ്പൊ അവരെ എൻ്റെ ഭാഷ അവരറിയാവുന്നവർ എന്നെ അതിൻ്റെ അകത്ത് എടുത്തിട്ടു.
ഈ കഥ പറച്ചിൽ കൂടുതലാണോ നാട്ടിലെ ആളുകൾക്ക്? അത് എന്ത് പറഞ്ഞാലും കുറച്ച് നീട്ടിയേ പറയൂ അങ്ങനത്തെ ഒരു അതെ എന്ത് അഭിനയിച്ചും കാണിക്കും. മോണോആക്ട് ഒക്കെ ഉണ്ട്. മൂന്നായിട്ടൊക്കെ ഉണ്ട്. അല്ലാതെ നമ്മള് ഇങ്ങനെ ഇരുന്നങ്ങ് പറയുമല്ല. ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അഭിനയിച്ചൊക്കെ കാണിച്ചേ പറയുള്ളൂ. ഞങ്ങളുടെ അവിടെ കൂടുതൽ ആൾക്കാരും അത് തന്നെ. ഒരു കൗതുകം കൊണ്ടാണ്. പക്ഷേ ഇപ്പൊ 22ാമത്തെ വയസ്സിലെ ലവ് സ്റ്റോറി, അതിന്റെ ഒരു ചെറിയൊരു ഏരിയ പറയണെങ്കിൽ എങ്ങനെ ഒന്ന് കാണിച്ചു തരാ? ആ കഥ സാധാരണ കഥ പറഞ്ഞാൽ മതി, അപ്പൊ ഞങ്ങൾക്ക് അറിയാലോ. എടാവേ നിനക്കറിയാവോ, ആ എനിക്കിപ്പോ 22 വയസ്സായി. മറ്റേ അവളില്ലേ, അപ്പൊ പുള്ളിക്ക് മനസ്സിലാവൂല. ആ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് റൂട്ട് മാറ്റും. ഇങ്ങനെയൊക്കെ ആ, അത് ആ. പറഞ്ഞിട്ട് റൂട്ട് മാറ്റിയിട്ട് ഇതായിരുന്നു എന്ന് കൊണ്ടുവരാൻ ശ്രമിക്കും. ആ ആ. പെണ്ണിനെ അറിയത്തില്ലാത്തവർക്കേ ആ, പെണ്ണിനെ ഓ. പറഞ്ഞ് ഒപ്പിച്ചു കൊടുക്കണ. ആ അപ്പൊ എനിക്ക് പെണ്ണെ അറിയില്ല, അപ്പൊ പെണ്ണിനെ പറ്റി ഒന്ന് പറഞ്ഞു. ഇത് മനസ്സിലായില്ല. ഇല്ല, മനസ്സിലായില്ല. ഇതെന്നാ ഞാൻ പറഞ്ഞു, എടാ തോമകളിനറിയോ? തോമസ് എളിയൻ ആ ആ തോമസ് അളിയൻ. ആ ചെവി വയ്ക്കലാത്ത ഉവ്വ ഉവ്വ. ഇവിടെ ആ പുള്ളിയുടെ മൂത്ത മോള് ആ ഏ? സുന്ദരിയാ. ആ ജിതയാന്നേ ആ ശരിയായിട്ട് കണക്ഷനാ. ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അത് എല്ലായിടത്തും നോക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ. നുണയായിരിക്കും ചിലപ്പോൾ പറയണേ, ഒപ്പിച്ചങ്ങ് പറയും. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ശരിക്കും പ്രേമിച്ചിരുന്ന സമയത്ത്? അങ്ങനെയൊക്കെ പറയൂലോ. കൂട്ടത്തിനടുത്തൊക്കെ കള്ളാട്ടോ. എന്താ ഭാര്യയോട് പ്രേമം ചോദിച്ചിട്ടുണ്ടോ? എന്റെ എന്തൊരു സ്കില്ല് കണ്ടിട്ടാ നീ വീണത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാ നീ ഇംപ്രസ് ആയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നും സ്കില്ലൊന്നും കാണാനുള്ള യോഗ്യത എന്നു പറഞ്ഞാൽ അങ്ങനെ ഒന്നിച്ച് പഠിച്ചു തന്നാ. ആ അല്ല, ഓരോ കഴിവുണ്ടല്ലോ, പാട്ട് പാടാൻ, മിമിക്രി പറയാൻ, അങ്ങനെ ഉദ്ദേശിച്ചു ഞാൻ. ഞാൻ മിമിക്രിയൊക്കെ തുടങ്ങണം കോളേജിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. കോളേജ് ജീവിതമൊക്കെ തുടങ്ങി ഉഴൂർ കോളേജിലാണ് നമ്മുടെ സെൻസ് സ്ട്രീമിൽ. വൈഫ് അപ്പൊ കണ്ടിട്ടുണ്ടോ മിമിക്രി ചെയ്യുന്നത് ലൈവായിട്ട് ആ സമയത്ത്? പിന്നെയൊക്കെ കഴിഞ്ഞിട്ടാ. ഓ ഒത്തിരി ആള് കഴിഞ്ഞിട്ടാ. ഞാനൊക്കെ പഠിക്കുമ്പോ ഒന്നും ചെയ്യാറില്ല, പാട്ട് പോലും പാടിയില്ല അത്രയൊക്കെ. കോളേജ് ജീവിതമൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ മിമിക്രിയിലേക്ക് ഈ തമാശകൾ പറഞ്ഞ് കൂട്ടത്തിൽ ചിരിപ്പിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നോ? അന്നും അങ്ങനെ പറയാറുണ്ട്. അപ്പൊ എനിക്ക് പെട്ടെന്ന് മിമിക്രി കയറി. ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ ഈ മിമിക്രി ഫീൽഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എങ്ങനെയും കലാഭവനിൽ കളിക്കണം, അതാണല്ലോ ഏറ്റവും വലിയ ചിന്ത. ഞാൻ പിന്നെ വന്നത് മുഴുവൻ പ്രൊഫഷണൽ ട്രൂപ്പിലായിട്ട്. നേരെ അബീകയുടെ ട്രൂപ്പിൽ വന്നു, അത് കഴിഞ്ഞ് കലാഭവനിൽ 4 വർഷം കളിച്ചു. അങ്ങനെ ഓരോ ട്രൂപ്പിലങ്ങനെ കളിച്ച് പോയി. ഇതൊരു ചെറിയ സിനിമയും കൂടിയാണല്ലോ, തിരക്കണ ചിലപ്പം നേരം ഇൻ ടേംസ് ഓഫ് ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ. ഇപ്പൊ മലയാളത്തില് വലിയ വലിയ സിനിമകൾ വരുന്നു, ദൃശ്യം വരുന്നു, അതിരടി വരുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒഴുക്കിപ്പെട്ടിട്ട് ഈ സിനിമ ആളുകൾ കാണാടാവോ, അതിനുള്ള ഒരു കറക്റ്റ് ഒരു സ്പോട്ട് ലൈറ്റ് കിട്ടുമോ, അങ്ങനെ ആലോചിക്കുന്നുണ്ട്? അല്ല, ഇത് കാണും. എന്നാന്ന് വെച്ചാൽ ഇത് കുട്ടികളുടെ സിനിമ മാത്രമല്ല. ഇത് കുട്ടികൾ ആണ് മെയിൻ എങ്കിൽ തന്നെയും ഈ കുട്ടികളുടെ മാതാപിതാക്കളും ടീച്ചർമാരും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അതുകൊണ്ട് എല്ലാവരും കാണും. കാരണം ഇതിൻ്റെ അകത്ത് ഞാൻ ചെയ്തേക്കണ ഒരു വേഷം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പവർഫുള്ളായ ഒരു അപ്പൻ. ആദ്യമായിട്ട് ചെയ്യുന്ന വേഷം കേട്ടോ, കുഞ്ഞിൻ്റെ അപ്പനായിട്ട് ചെയ്യുന്ന ഒരു വേഷം. പക്ഷെ അത് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഈ ഇപ്പോഴത്തെ കുട്ടികളില്ലേ, ജെൻസി ജെൻ ആൽഫ കുട്ടികൾ, അപ്പൊ അവരിൽ വയലൻസ് കൂടുതലാണ് എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അല്ലെങ്കിൽ അവരിൽ ലഹരി ഉപയോഗം കൂടുതലാണ്, അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഉണ്ടോ? ഇപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് അഭിനയിച്ച സമയത്ത് ഇവരിൽ എന്തോ കുഴപ്പമുണ്ട്, അങ്ങനെ തോന്നിയോ? ഇതിന്റെ അകത്ത് ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്നു പറയട്ടെ, അത് ഞാൻ പറയാം. കാരണം വെച്ചാൽ 4 കുടുംബത്തിലെ കുട്ടികളാണ്. അപ്പൊ അവരുടെ ഫാമിലി എന്താണെന്ന് എനിക്കറിയത്തില്ല. അല്ല, പൊതുവിൽ ഇങ്ങനത്തെ വാർത്തകളൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ അതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതൊക്കെ കേൾക്കുന്നുണ്ട്. ഈ പടത്തിൽ അത് ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ദൃശ്യം പോലെ തന്നെ എൻ്റെ സാധനം മാത്രമേ ചെയ്യുന്നുള്ളൂ. എൻ്റെ ഷൂട്ടുള്ള ദിവസം എനിക്ക് 5 ദിവസം ഷൂട്ടിങ്, ഞാൻ എൻ്റെ 5 ദിവസം മാത്രമേ ഇട്ടിട്ടുള്ളൂ. മറ്റുള്ളവരായിട്ട് മിങ്കിളിങ്ങില്ല. ഇപ്പൊ കഥ കേൾക്കണമെന്നോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അയച്ചു തരുമെന്നോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടോ? അപ്പൊ ആരെങ്കിലും ഒരു വേഷം പറയാറില്ല? ഒന്നുമില്ല. നേരെ ഇതിനകത്ത് കഥയൊന്നും കേട്ടില്ല, ചെന്ന് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്തു. വേറൊരാളാ ചെയ്തേ. പുള്ളി ഇങ്ങനെ ചെയ്തിട്ട് 10-28 ടേക്ക് ഔട്ട് ആയിട്ട് മടുത്തു. സാറ് മടുത്തു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ട് ക്യാമറമാനോട് പറഞ്ഞു. അപ്പോൾ ടോൺസ് എന്നെ വിളിക്കുന്ന ക്യാമറമാൻ അജിത്ത് ഇങ്ങ് വരാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ചെന്ന് അഭിനയിച്ച. ഇപ്പൊ ദൃശ്യം 2 ദൃശ്യം 3 ഒക്കെ സ്ക്രിപ്റ്റ് കിട്ടിയുള്ളൂ മുമ്പേ. അപ്പൊ ഈ സ്ക്രിപ്റ്റ് കൈ കിട്ടി കഴിഞ്ഞാൽ ഇതിങ്ങനെ നിധി പോലെ കാത്തു സൂക്ഷിക്കുമല്ലോ, ആരെയും കാണിക്കാതെ. അതെങ്ങനെയാ ചെയ്യാ? അപ്പത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇല്ല, 1, 2 ചെയ്യുമ്പോ കൊറോണ ടൈം. അപ്പൊ നമ്മളെ നേരത്തെ ടെസ്റ്റ് ചെയ്ത് നമ്മളെ റൂമിൽ കയറ്റിയേക്കുക.
അപ്പോൾ ഈ സ്ക്രിപ്റ്റ് മുഴുവൻ നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ എൻ്റെ ഇരിക്കുക തന്നേക്കുക. അപ്പോൾ ഞാൻ വെള്ളം പോലെ പഠിച്ചേക്കുക. ഒരാഴ്ചയായി നമ്മുടെ ഇരിക്കണേ ഇത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞാനും സുമേഷ് ഉണ്ട്, സുമേഷ് അവനും ഉണ്ട് അപ്പുറത്തെ റൂമിൽ. ഞങ്ങൾക്കിത് തന്നേക്കുക, ഞാനത് പഠിച്ച് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുക. 3 അങ്ങനെ തരുന്നില്ല, സ്ക്രിപ്റ്റ് തന്നിട്ടില്ല. അത് തരും ഷൂട്ടിന് ഒരു 10 മിനിറ്റ് മുമ്പ്. 10 മിനിറ്റ് മുമ്പ് തന്നെ അത്രേ ഉള്ളൂ. ഇതൊക്കെ 2 ആഴ്ച മുമ്പോഴൊക്കെ 2-ൽ തന്നത് നമുക്ക് സുഖമായിരുന്നു പഠിക്കാൻ. എന്നാലും നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. ഡയലോഗ് വലിയ ഡയലോഗൊന്നുമില്ല. ഇപ്പൊ ജിത്തു ജോസഫ് എന്നുള്ള ഒരു സംവിധായകൻ ഇപ്പൊ പ്രത്യേകിച്ച് സ്റ്റേജിൽ നിന്ന് വരുന്ന ആക്ടേഴ്സിനോട് കാണിക്കുന്ന ഒരു കൺസിഡറേഷൻ ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട ക്രൈം ത്രില്ലർ സിനിമകളിലൊക്കെ വില്ലനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ഒരു മിമിക്രി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള, അല്ലെങ്കിൽ തമാശയൊക്കെ ചെയ്യുന്ന, ഹ്യൂമറൊക്കെ ചെയ്യുന്ന ആളായിരിക്കും പ്രധാനപ്പെട്ട സീരിയൽ കില്ലറൊക്കെ ആയി വരുന്നത്. അദ്ദേഹം കാണിക്കുന്ന ഈ ഒരു കൺസിഡറേഷൻ, ഒരു മനോഭാവം, അതിനെ ചേട്ടൻ എങ്ങനെയാ നോക്കി? അയ്യോ, അത് നല്ലതല്ലേ. എത്രയോ ആർട്ടിസ്റ്റുകൾക്ക് പുള്ളി ജീവിതം കൊടുത്തതെന്ന് അറിയാം. അതൊക്കെ ഭയങ്കരം. കാരണം ഒരു മിമിക്രിക്കാരെയൊക്കെ പൊക്കിക്കൊണ്ട് വന്ന് ജിത്തു സാറാ. എത്ര ആർട്ടിസ്റ്റുകൾ കയറി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ, സുമേഷ്, അതുപോലെ തന്നെ പ്രചോദ്, അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളെയൊക്കെ പൊക്കിക്കൊണ്ട് ശ്രീകുമാർ, അങ്ങനെ പറയുന്നതൊക്കെ. ഇപ്പം ഈ എന്നാണ് വന്നത് നുണക്കുഴി ആ സിനിമയിൽ മൊത്തം മിമിക്രിക്കാരാ. എല്ലാം മിമിക്രി ആർട്ടിസ്റ്റുകളല്ലേ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു നർമ്മബോധം ഉണ്ടല്ലോ. ഇപ്പം തെലുങ്കിലേക്ക് വരുന്നോ അരക്കൈ നോക്കാനെന്ന് പറയുമ്പോ എന്നാ നോക്കാം, പിന്നെ മലയാളത്തിൽ അത് ശരിയാവട്ടെ എന്നൊക്കെ പറയുന്ന കൗണ്ടർ റെഡി, അങ്ങനത്തെ സംഭാഷണങ്ങൾ ഇപ്പോഴും ഉണ്ടാവാറുണ്ടോ? അദ്ദേഹം ഇപ്പോഴും അത്രയും ഇപ്പൊ ഇത്തിരി സൈലന്റാ പുള്ളി. ഒരു ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണോണ്ട് എങ്കിലും സംസാരിക്കും, അത്യാവശ്യം കൗണ്ടറൊക്കെ അടിക്കും. തിരക്കിനിടയിൽ അല്പനേരം ഒരു ബാലചന്ദ്രമേനോൻ സിനിമയുടെയൊക്കെ ഒരു പേര് പോലെ ഉണ്ട്. എന്താ ശരിക്കും സിനിമ, എന്തിനെ പറ്റിയാ സിനിമ സംസാരിക്കുന്നത്? ഇത് ഒരു സ്കൂളിനുമായി ബന്ധപ്പെട്ട് 4 സ്റ്റുഡൻസ് അവരെ ഒരു പടമാണ്. തിരക്കുകളിൽ അല്പം അച്ഛന്മാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് കുട്ടികളെ ശ്രദ്ധിക്കാനൊരു ടൈം കിട്ടുന്നില്ല. അത് കിട്ടുന്ന സമയത്തിനാണ് ഇവർ പറഞ്ഞ തിരക്കിനിടയിൽ അല്പനേരം എന്നും പറഞ്ഞ് ഇറക്കിയേക്കുന്നത്. പണ്ടൊക്കെ നമ്മള് വളരെ നാച്ചുറലായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് ആളുകൾ കുറച്ചുകൂടി സമയമെടുത്ത് പഠിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പണ്ട് കുട്ടി ഉണ്ടാവുന്നതിനൊക്കെ മുമ്പ് ഇങ്ങനെ പാരന്റിങ് കോഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നിപ്പോൾ പാരന്റിങ്, എങ്ങനെ കുട്ടികളെ വളർത്തണം എന്നുള്ളതിന് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴ്സുകളുണ്ട്. അതുപോലെ കുട്ടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യേണ്ടത് എപ്പോഴാണെന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് അതിനൊരു ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു ജനറേഷനിൽ നിന്ന് അപ്പുറത്തെ ജനറേഷൻ മാറി നിൽക്കുന്ന ഒരാളും കൂടിയാണല്ലോ. അപ്പോൾ ഇപ്പോൾ കുട്ടികളായിട്ട് ഇത്ര നേരം നിങ്ങൾ സ്പെൻഡ് ചെയ്യണം, അങ്ങനെ എഫക്റ്റീവായിട്ട് സംസാരിച്ചാലേ കുട്ടികളിലേക്ക് ക്യാരക്ടർ ബിൽഡ് ആവുള്ളൂ, അല്ലെങ്കിൽ കുട്ടികൾ നമ്മളോട് മിങ്കിൾ ചെയ്യുള്ളൂ, അങ്ങനെയാണല്ലോ. ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇപ്പോഴത്തെ ഈ ചുറ്റുപാടിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വരുമ്പം നമ്മൾ കാരണന്മാരറിയുന്നില്ല, ഒരിക്കലും ഒരു കേസും അറിയില്ല. കാരണം മൊബൈൽ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. കാരണന്മാരറിയത്തെന്ന് വെച്ചാൽ നമുക്കൊരു 20-25 മാർക്ക് 20-ൽ മാർക്കാണെന്ന് ഇരിക്കട്ടെ, 20-ലൊക്കെ ആയിരിക്കും മാർക്ക്. അപ്പം നമുക്കൊരു 8 മാർക്കേ ഉള്ളൂ. 8 മാർക്ക് സ്ലൈറ്റിലാണ്, ചോക്കിലെഴുതി തരുവാണല്ലോ. നമ്മൾ മറ്റവനൊരു 18-19 മാർക്ക് കാണും. നമുക്കത് മോശമാണല്ലോ. നമ്മുടെ ഇതിലും ചോക്കുണ്ട്, ഒരെണ്ണം വരച്ചോണ്ട് 18 ആക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് കാണിച്ചാൽ അവർക്ക് സന്തോഷം. അവരറിയുന്നില്ല, പിന്നെ അറിയുന്നത് നമ്മൾ തോറ്റു പോകുമ്പോഴാണ് അറിയുന്നത്. അവര് നമ്മൾ എഴുതിയതാ അമ്മേ അച്ഛാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇവരൊന്നും പിന്നെ ചോദിക്കുവാണ്. ഇവരൊന്നും ചോദിക്കും, എൻ്റെ കൊച്ച് 18 മാർക്ക് മേടിച്ചോളൂ, അന്നേരം അവർ കാണിച്ചു കൊടുക്കണം. അന്നൊന്നും ഒരു വിഷയമില്ല, പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പം അതൊന്നുമല്ല. ഇപ്പം അച്ഛനമ്മമാരൊക്കെ കെയർ ചെയ്തിട്ടുണ്ട് പിള്ളേരെ പഠിപ്പിക്കുന്നു. മൊബൈലും എന്ന് വേണ്ട എല്ലാ സാമഗ്രികളും എടുത്തു വെച്ച് നിവൃത്തി വെച്ചിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നൊരു കാലമാണ് ഇപ്പം. ഈ കുട്ടികളുടെ ഒരു സ്വഭാവ രൂപീകരണവും അല്ലെങ്കിൽ അവർ സമയം ചെലവാക്കുന്നതൊക്കെ പലപ്പോഴും നമ്മുടെ ഒരു കാലഘട്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുന്നൊരു രീതിയുണ്ട്. അതിൽ എന്താണ് ചേട്ടൻ്റെ ഒരു പക്ഷം എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കാലത്ത് നമ്മൾ തോട്ടിൽ ചാടി കുളിക്കുമായിരുന്നു, മാങ്ങ പറിക്കുമായിരുന്നു, മറ്റേ കാർന്നോന്മാരെ പേടി ഉണ്ടായിരുന്നു, നമ്മളെ അടിച്ചാണ് വളർത്തിയത് എന്നൊക്കെയാണ് പറയും. പക്ഷേ ഇന്നിപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും കുളങ്ങളൊക്കെ കുറവാണ്, അതുകൊണ്ട് കുളങ്ങളിൽ ചാടി കുളിക്കുന്നില്ല, അല്ലെങ്കിൽ മരങ്ങളിൽ കയറുന്നില്ല.
അല്ലെങ്കിൽ ഇന്ന് അടിച്ചു വളർത്തുന്നത് ബാഡ് പാരന്റിങ് ആണെന്നാണ് പറയുക. അതായത് ഒരു കുട്ടിയെ അടിച്ചിട്ടല്ലല്ലോ, നമ്മൾ ശാസിച്ചിട്ടല്ലല്ലോ ശീലിപ്പിക്കേണ്ടത്, സ്വയം തോന്നിയിട്ടാണല്ലോ ശീലിപ്പിക്കേണ്ടത്. ഈ ഒരു മാറ്റത്തെ എങ്ങനെ ഒരു രക്ഷകർത്താവ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുന്നത്? ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്തയാളുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ 22 വയസ്സ് പെണ്ണ് കിട്ടിയ ആളാ. മൂത്തയാളുടെ കല്യാണം. പക്ഷെ ഞാൻ എൻ്റെ കുട്ടികളെ അടിച്ചു വളർത്തിയിട്ടില്ല, അടിച്ചിട്ടുമില്ല, തല്ലിയിട്ടൊന്നുമില്ല. പക്ഷെ അവർ നല്ല രീതിയിൽ വളർന്ന് പഠിച്ചു, ജോലി കിട്ടി ആളാ. ശരിക്കും കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു? അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, അന്ന് നമ്മൾ എൻ്റെ പിള്ളേരെ കൊണ്ട് ഞാൻ പോകും. നമ്മൾ എങ്ങനെ വളർന്ന അവർക്ക് തോട്ടി കുളിക്കണം പറഞ്ഞാൽ തോട്ടി കൊണ്ടുപോകാമായിരുന്നു, തോട്ടി കൊണ്ടുപോകും. കുളത്തിൽ ചാടണം കുളത്തിൽ കൊണ്ടുപോകാമായിരുന്നു. അവർക്ക് ഇപ്പോഴത്തെ ജനറേഷനാണ്, അവർക്ക് 10-22 വയസ്സായിട്ടുള്ളൂ. ഇപ്പോഴത്തെ ജനറേഷൻ തന്നെ അവരെ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, മൂത്ത ആൾക്ക് കുഞ്ഞായി. അപ്പൊ അതിനെ നമ്മൾ ചുമന്നോണം എടുക്കും. അപ്പൊ നമ്മളെവിടെ കൊണ്ടുപോകണോ അതുപോലെ കൊണ്ടുപോകണം. ഇപ്പോഴത്തെ കാരണന്മാർ 2 മക്കളുടെ കല്യാണം കഴിഞ്ഞ? 2 മക്കളുണ്ട് എനിക്ക്. അപ്പൊ സ്കൂളിൽ പോണ കുട്ടികളെന്ന് അല്ല ഇത് നല്ലൊരു ഏജ് റിവേഴ്സ് ഗിയർ ആണ് കേട്ടോ. സീരിയസ്ലി ഞാൻ 22 വയസ്സിൽ ലവ് മാരേജ് ആയിരുന്നു. ഭയങ്കര. അപ്പൊ അടുത്തൊക്കെ കഴിഞ്ഞ് കോളേജ് ജീവിതമൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ കുട്ടികള് പോസ്റ്റർ കണ്ടപ്പോഴേ ഈ കുട്ടികളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടികളുടെ അച്ഛനാവെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ചൊരു സെറ്റ് പ്രിപ്പയർ ചെയ്തായിരുന്നു. പോയി. അല്ല, ഇതിനകത്തൊരു കുഞ്ഞിന്റെ അച്ഛനായിട്ടാ. അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനേ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടിരുന്നത്. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഈ പടത്തില് ഞാന് ക്രൂരനായ ഒരു അച്ഛനാണ്. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന കുറെ സാധനങ്ങളുണ്ട്. ഞാൻ നമ്മൾ പിള്ളേരെ പഠിച്ച് ജോലി കിട്ടണം, ഡോക്ടർ ആകണം എന്നുള്ള ചിന്ത എനിക്കുണ്ട്. എൻ്റെ മകനിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവൻ പഠിക്കുന്നില്ല. പുള്ളി സ്കൂളിലൊക്കെ ചെന്ന് ചമ്മി നാറിപ്പോരുവാ. ഞാൻ മാർക്കിടാൻ ചെന്നിട്ട് അങ്ങനെയൊക്കെ വന്നിട്ട് തലക്കിട്ട് തല്ലണം, തത്തീര് വെട്ടീര് അങ്ങനെ പിടിച്ച് തള്ളണം. അങ്ങനെയൊക്കെ കുറെ വയലൻസ് ഉണ്ട്. അങ്ങനെ കുറെ സാധനമുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ കുട്ടികളെയൊക്കെ ഇങ്ങനെ ചെയ്യാറ്. ഞാൻ എൻ്റെ കുട്ടികളെ തല്ലിയിട്ട് പോലുമില്ല. പക്ഷെ ഞാനത് ഫീൽ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡയറക്ടറും പറഞ്ഞ് നന്നായിട്ട് ചെയ്തെന്ന്. ഈ കുട്ടികളെ വളർത്തുമ്പോഴേ ഇപ്പൊ നമ്മുടെ കാലത്ത് പോലെ എന്ന് വെച്ചാൽ ഒരു 10-20 വർഷം മുമ്പുള്ള ജനറേഷനെ പറ്റി പറയുന്നത്, അന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്ത പല കാര്യങ്ങളും ഇന്ന് കുട്ടികളോട് അച്ഛനമ്മമാർ നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സെക്ഷൽ ഇന്റർകോഴ്സ് എങ്ങനെയാണ്, ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ പീരീഡ് സൈക്കിളുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഗുഡ് ടച്ചിനെയും ബാഡ് ടച്ചിനെയും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എങ്ങനെ എപ്പോഴാണ് പ്രതികരിക്കേണ്ടത്, അതൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഓരോരോ വയസ്സിൽ അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുന്ന രീതിയൊക്കെ ഉണ്ട്. ഇപ്പം അജിത്ത് ചേട്ടൻ കുട്ടികൾ ഉണ്ടായതിനു ശേഷം ഈ ഒരു രീതിയിലുള്ള ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അതായത് പണ്ട് മറച്ചും ഒളിച്ചും ഒക്കെ അറിഞ്ഞിരുന്ന കാര്യങ്ങൾ, അതിന് എത്രമാത്രം ഓപ്പൺ ആയിരുന്നു? അതൊക്കെ ഞാൻ എൻ്റെ വൈഫ് അവരുമായിട്ട് നല്ല മിംഗ്ലിംഗ് ആയിരുന്നു. 2 പെൺപിള്ളേരല്ല, എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേലും അവർ, കാരണം അതുപോലെ ബന്ധമായിരുന്നു ഞങ്ങൾ. ഒന്നിച്ചേ പോവുള്ളൂ, വണ്ടിക്ക് ഒന്നിച്ചങ്ങ് പോവും. ഇതൊക്കെയായിരുന്നു ഒരു വഴി. അതുകൊണ്ട് അവർ അന്യ കമ്പനിയായിരുന്നു. അച്ഛനായിട്ട് റോഡായിരുന്നോ മക്കള്? അച്ഛനായിട്ട് റോഡായിരുന്നോ മക്കള്? റോഡാണെന്നോ ഭയങ്കരമാണ്. എങ്ങനെ സ്കിറ്റുകളൊക്കെ കണ്ടിട്ടേ അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഇടുവായിരുന്നു. ഇപ്പൊ ഒരു സ്കിറ്റ് അമ്പെ പരാജയമായിരുന്നു വിചാരിക്കുക, അപ്പൊ കുട്ടികളെ ഏത് രീതിയിലാണ് കളിയാക്കുക? അല്ല, എന്നോട് വരുമ്പോ പറയും എങ്ങനെ ഉണ്ടായിരുന്നു സ്കിറ്റ്? 3 2 കളിക്കുന്നത്. അതെ. ഏഷ്യാനെറ്റിലൊക്കെ ആണെങ്കിൽ ഇത് വരുവാ, അപ്പൊ തന്നെ വരുവാ. ഏഷ്യാനെറ്റിലൊക്കെ നമ്മൾ ചെയ്യാൻ കഴിയുമ്പോ അന്നത്തെ എപ്പിസോഡിന് വേണ്ടി നോക്കിയിരിക്കുക വീട്ടില്. അത് കണ്ടിട്ട് ഈ കോമഡി സ്റ്റാർസ് നടക്കും. അത് കണ്ടിട്ട് അവർ അഭിപ്രായം പറയും, പപ്പ അവിടെ ചിരിച്ചല്ലോ. ഞാൻ പറയും അത് ഡയലോഗ് ഇല്ലാത്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് ഇത് കയ്യിന്ന് പോവും. അങ്ങനെയൊക്കെ പറയും. അങ്ങനെ ചർച്ചയുണ്ടായിരുന്നു ഞങ്ങള്, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു പെർഫോമൻസ് മോശമാണെങ്കിൽ അങ്ങനെ അത് പറയും. എന്താ പറയാ? എന്റെ പാപ്പ അത് ബോറായി പോയി, പരാജിതനാണ്, തോൽവിയായിരുന്നൊക്കെ അങ്ങ് പറയും. അങ്ങനെയൊക്കെ പറയുള്ളൂ, വേറെ രീതിയിലൊന്നും പറയത്തില്ല. കാരണം നമ്മളെ വലിയ കാര്യമായിരുന്നു, അതാണ്. ഒരുപാട് വലിയ സിനിമകളുടെയും കൂടി ഭാഗമാവട്ടെ, കുറച്ചുകൂടി വലിയ സ്പോട്ട് ലൈറ്റിലേക്ക് വരട്ടെ, തിരക്കിനിടയിൽ അല്പനേരം നമുക്ക് ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കാൻ സാധ്യമാവട്ടെ. ഇപ്പം ആർട്ടിസ്റ്റുകളുടെയൊക്കെ ലൈഫ് ചേഞ്ച് ആവുന്ന ഒരു സമയം കൂടിയാണ് മലയാള സിനിമയിൽ. ഇപ്പം നോക്കുകയാണെങ്കിൽ കോട്ടയം നസീർ ഇന്ന് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ നടനാണല്ലോ.
അല്ലെങ്കിൽ അസീസിക്ക, അദ്ദേഹം ഇന്ന് ഒരു നായക നടനോളം പ്രധാനപ്പെട്ട റോളുകളാണ് ചെയ്യുന്നത്, പിവറ്റൽ റോൾ എന്നൊക്കെ പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ഡെഫിനറ്റ്ലി അജിത്ത് കൂത്താട്ടുകുളത്തിന്റെ പേരും എത്തട്ടെ. ആശംസകൾ. നേരത്തെ ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു. താങ്ക് യു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.